ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് കുറേ പേരുടെ ഇഷ്യൂ ആണ് ഡാർക്ക് സർക്കിള്. എനിക്കും ഒരു ടൈമിൽ നല്ല രീതിയിൽ ഡാർക്ക് സർക്കിൾ ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടാണ് അതിനൊരു ചേഞ്ച് വന്നത്. കുറേ കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ കഴിഞ്ഞ് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ചേഞ്ച് വരാൻ തുടങ്ങിയത്. ആദ്യം നമുക്ക് ഡാർക്ക് സർക്കിള് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് നോക്കാം. ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ലീപ്പ് ഇല്ലാത്തത് തന്നെയാണ്. നല്ലോണം ഉറങ്ങിയാൽ തന്നെ ഡാർക്ക് സർക്കിള് കുറയുള്ളൂ. അത്യാവശ്യം നല്ല രീതിയിൽ ഉറങ്ങിയാൽ ഡാർക്ക് സർക്കിള് കുറച്ച് കുറയുന്നത് പോലെ ഫീൽ ചെയ്യും. പിന്നെ നെക്സ്റ്റ്, നമ്മൾ ഒരുപാട് ഫോണിൽ നോക്കിയിരിക്കുമ്പം ഇതേപോലെ ഡാർക്ക് സർക്കിള് വരാറുണ്ട്. പിന്നെ IT പ്രൊഫഷണൽസിന് ഒരുപാട് സമയം ലാപ്ടോപ്പിൽ നോക്കുമ്പോഴും ഇങ്ങനത്തെ ഇഷ്യൂസ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ കണ്ണിന് സ്ട്രെയിൻ വരുന്നതും ഈ ഒരു ഡാർക്ക് സർക്കിൾ ഉണ്ടാവാനുള്ള ഒരു കാരണമാണ്. നമുക്ക് കുറച്ച് നാച്ചുറൽ റെമഡീസ് വെച്ചിട്ട് തന്നെ ഈ ഡാർക്ക് സർക്കിള് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് നമ്മൾ ഒരു പൊട്ടറ്റോ എടുക്കുക. എന്നിട്ട് ആ പൊട്ടറ്റോ നല്ലോണം ക്ലീൻ ആക്കി തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്യുക. ഗ്രേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് ഒരു കോട്ടൺ പാഡിൽ ആ ജ്യൂസ് മുക്കിയിട്ട് കുറച്ച് നേരം ഒരു 5 മിനിറ്റ്സ് നമ്മൾ കണ്ണിന് താഴെ വെച്ചിട്ട് 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് അത് വാഷ് ചെയ്ത് കളയാം. നെക്സ്റ്റ് മെത്തേഡ് വന്നിട്ട് കുറച്ച് കോഫി പൗഡർ എടുക്കുക. ആ കോഫി പൗഡറിലോട്ട് കുറച്ച് റോസ് വാട്ടർ മിക്സ് ചെയ്യുക. എന്നിട്ട് അതൊരു വാട്ടർ ലൈക്ക് കൺസിസ്റ്റൻസി ആക്കിയതിന് ശേഷം ഒരു കുക്കുംബർ ഹാഫായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ആ റൗണ്ട് വീണ്ടും ഹാഫാക്കി അതിൽ മുക്കിയിട്ട് ഇതുപോലെ തന്നെ ഐസിൽ വെച്ച് 5 മിനിറ്റ്സ് എങ്കിലും വെക്കുക. ഈ ഒരു മെത്തേഡും നല്ല റിസൾട്ട് തരുന്നുണ്ട്. ഈ ഒരു 2 കാര്യം ചെയ്താൽ തന്നെ അത്യാവശ്യം നല്ല റിസൾട്ട് ഡാർക്ക് സർക്കിളിൽ കിട്ടുന്നതാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.